ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 2026 മെയ് 6 PSC നടത്തിയിട്ടുള്ള ഒരു 10th ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നോക്കുന്നത്. GK, കറണ്ട് അഫയേഴ്സ്, സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോകട്ടോ. റിലേറ്റഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം, അറിയാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ കുറഞ്ഞ ടൈം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടോ. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണെന്നാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ എ എല്ലാ ജോഡികളും ശരിയാണെന്നുള്ളതാണ്. ഝാൻസി റാണി ലക്ഷ്മിബായി ആണ് നേതൃത്വം കൊടുത്തത്. കാൺപൂരിലോ നാനാ സാഹിബ് ആണ് നേതൃത്വം കൊടുത്തത്. ഡൽഹി ഭക്ത് ഖാൻ. അപ്പൊ 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മോഡലിലാണ് കേട്ടോ ഇതുവരെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളും അവിടെ നേതൃത്വം കൊടുത്ത വ്യക്തികളും നിങ്ങൾ പഠിക്കണേ. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണെന്നാണ് കേട്ടോ. ഇത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന 3 സമരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന്റെ ശരിയായ കാലഗണന ഏതാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് 3, 1, 2 എന്നുള്ള ഓർഡർ ആണ് കേട്ടോ. 3, 1, 2 എന്നുള്ള ഓർഡർ ആണ്. ഓക്കെ, ഏതൊക്കെയാണ്? ചമ്പാരൻ സമരം, അഹമ്മദാബാദ് മിൽ സമരം, അതുപോലെ റൗലറ്റ് നിയമ വിരുദ്ധ സമരം. ഓക്കെ, ഓരോന്നിന്റെ വർഷം. ചമ്പാരൻ സത്യാഗ്രഹം എന്നാ നടന്നത്? 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അതുപോലെ അഹമ്മദാബാദ് മിൽ സമരം തൊട്ടടുത്ത വർഷമാണ് 1918 റൗലറ്റ് നിയമവിരുദ്ധ സമരം 1919 കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെ പ്രസ്താവനകൾ ഏതെല്ലാം? ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെയാണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാ ശരിയായിട്ടുള്ളത്? സ്ഥിരാംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. സ്ഥിരാംഗങ്ങളും താൽക്കാലിക അംഗങ്ങളും അടങ്ങിയ ഘടകമാണ് സുരക്ഷാ സമിതി. ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവനയിലാണ് തെറ്റുള്ളത്. എന്താ രണ്ടാമത്തെ പ്രസ്താവന? യുനെസ്കോയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. തെറ്റാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടാണ്? ഫ്രാൻസിലെ പാരീസ് ആണ് കേട്ടോ. ഫ്രാൻസിലെ പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം. ന്യൂയോർക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൊതുവായിട്ടുള്ള ആസ്ഥാനമാണ് കേട്ടോ. ഓക്കെ, യുനെസ്കോയുടെ ആസ്ഥാനം ഫ്രാൻസിലെ പാരീസ് ആണ്. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ്? അപ്പൊ കൃതികളും അത് എഴുതിയിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി, ഒന്നാമത്തേതും മൂന്നാമത്തേതും മാത്രം എന്നാണ് കേട്ടോ. നീൽദർപ്പൺ, ദീനബന്ധു മിത്ര, അതുപോലെ ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. രംഗഭൂമി എന്നുള്ള കൃതി എഴുതിയിട്ടുള്ള ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ അല്ല. നമുക്കറിയാം പ്രശസ്ത ഇന്ത്യ എഴുത്തുകാരനായിട്ടുള്ള മുൻഷി പ്രേംചന്ദിന്റെ നോവലാണ് രംഗഭൂമി. മുൻഷി പ്രേംചന്ദിന്റെ നോവലാണ് രംഗഭൂമി. ഓക്കെ, നെക്സ്റ്റ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തേതും രണ്ടാമത്തെയും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഒന്നെന്താണ്? 2005 വിവരാവകാശ നിയമത്തിലെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. നമുക്കറിയാം, ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, രാജ്കുമാർ ഗോയൽ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പഠിക്കണേ, ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. മൂന്നാമത്തെ പ്രസ്താവനയാണ് മിസ്റ്റേക്ക്. എന്താണ് തെറ്റുള്ളത്? പ്രധാനമന്ത്രിയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ്. നമുക്കറിയാം ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രിയും അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് ഈ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പേര് നിർദ്ദേശിക്കുന്നത്, ശുപാർശ ചെയ്യുന്നത്. നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് കേട്ടോ. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഇവിടെ ശരിയായ കാലഗണന ഓപ്ഷൻ എ ആണ്. 3, 1, 2 എന്നുള്ള ഓർഡർ ആണ് കേട്ടോ. 3, 1, 2 എന്നുള്ള ഓർഡർ ആണ്. ഓരോന്നിനെയും വർഷം നോക്കാം. മലയാളി മെമ്മോറിയൽ ആണ് അല്ലെ. മലയാളി മെമ്മോറിയലിന്റെ വർഷം എന്നാണ്? 1891 കേട്ടോ. 1891. ഓക്കെ, ഈവ് മെമ്മോറിയൽ 1800
1896 ഈയവ മെമ്മോറിയലും. നിവർത്തന പ്രക്ഷോഭം 1932 കേട്ടോ. നിവർത്തന പ്രക്ഷോഭം എന്തായിരുന്നു? നിവർത്തന പ്രക്ഷോഭം ഭരണഘടനാ പരിഷ്കാരങ്ങളിൽ ജനസംഖ്യാനുപാതികമായിട്ട് പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ക്രിസ്ത്യാനികൾ, ക്രൈസ്തവരും, ഈയവരും, മുസ്ലിം വിഭാഗമൊക്കെ സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ഓക്കെ. നെക്സ്റ്റ്, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ ഡേഷ് എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് എന്നാ പറയുക കേട്ടോ. അപ്പൊ എവിടെ നിന്നാണ് തുടങ്ങിയത് നോക്കുക? കടലിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി കടൽക്കാറ്റാണ്. കടൽക്കാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപിയ നദി ഏതാണെന്ന് കേട്ടോ. ഇവിടുന്നാണ് സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്തു നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപിയ നദി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി കൃഷ്ണ നദിയാണ് കേട്ടോ. കൃഷ്ണ നദി. ഓക്കെ, ബാക്കി നദികളൊക്കെ എവിടുന്നാണ്? കാവേരി എവിടുന്നാണ്? കാവേരി നദി കർണാടകയിലെ കുടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത്. ഗോദാവരിയോ? മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ് കേട്ടോ. ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്നാണ് ഗോദാവരി. മഹാനദിയോ? ഛത്തീസ്ഗഡിലെ സിഹാവ കുന്നുകളിൽ നിന്നാണ് മഹാനദി. മഹാനദി സിഹാവ കുന്നുകളിൽ നിന്നാണ്. പഠിക്കണേ. നെക്സ്റ്റ്, ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്ത്? ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? എന്താണ്? ഓപ്ഷൻ എ അറ്റോൾ ആണ്. അറ്റോൾ. നെക്സ്റ്റ്, അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏത്? അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? ഓപ്ഷൻ ഡി ബാബർ ആണ് കേട്ടോ. എക്സിആർടി ഫാക്ട് ആണ്. ഇന്ത്യൻ ഭൂപ്രകൃതിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ 1ഉം 2ഉം 3ഉം 4ഉം ചാപ്റ്റേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എന്താണ് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ. നീലഗിരി. നെക്സ്റ്റ്, 2023 55ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2023 എത്രാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്? കൊടുത്തത് 55ആണ്. 55. അപ്പൊ ആരാണ് പുരസ്കാരത്തിന് അർഹനായത്? ആരാണ്? ഓപ്ഷൻ എ മോഹൻലാൽ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് മോഹൻലാലിനാണ് ലഭിച്ചത്. നെക്സ്റ്റ്, 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതാണെന്നാണ്. ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ എ എന്നാ. ഒന്ന് ശരിയല്ല എന്നുള്ളതാണ് കേട്ടോ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ചെയർമാൻ പ്രധാനമന്ത്രിയാണെന്നുള്ളത് ശരിയായിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്നാണ് നീതി ആയോഗ്. സഹകരണ ഫെഡറലിസം മുഖ്യ ലക്ഷ്യം. എന്താണ് മുഖ്യ ലക്ഷ്യം? സഹകരണ ഫെഡറലിസം ആണ് മുഖ്യ ലക്ഷ്യമായിട്ട് വരുന്നത്. 2015 ഏപ്രിൽ 1 സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ് ശരിയല്ലാത്തത്. 2015 ഏപ്രിൽ 1 2015 ജനുവരി 1 ജനുവരി 1 എന്ത് സ്ഥാപിതമാകുന്നത്? നീതി ആയോഗ് സ്ഥാപിതമാകുന്നത്. ഓക്കെ, ബാക്കി ശരിയായിട്ടുള്ളതൊക്കെ പഠിക്കണേ. എന്താണ് ലക്ഷ്യം? സഹകരണ ഫെഡറലിസം. നെക്സ്റ്റ്, നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 മാത്രം. 1, 3. അതായത് സാമ്പത്തിക പരിഷ്കാരങ്ങൾ, 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യയിലെ കയറ്റുമതി മേഖല, ഇന്ത്യൻ വ്യവസായ മേഖല. ഓക്കെ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നവരത്ന, മിനിരത്ന എന്നീ വാക്കുകൾ. അതായത് ഇന്ത്യയുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാധികാരവും അതുപോലെ പ്രവർത്തന മികവൊക്കെ അടിസ്ഥാനമാക്കി അവയ്ക്ക് നൽകുന്ന പദവികളാണിത്. മഹാരത്ന, അതുപോലെ നവരത്ന, മിനിരത്ന എന്നിവ ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത് എന്നാണ് കേട്ടോ. സെബി സ്ഥാപിതമായത് എന്നാണ്. എന്താ സെബിയുടെ ഫുൾ ഫോം? എന്താ? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് കേട്ടോ. സ്ഥാപിതമായത് എന്നാണ്? ഓപ്ഷൻ ഡി 1988 ഏപ്രിൽ 12 കേട്ടോ. 1988 ഏപ്രിൽ 12 സ്ഥാപിതമാകുന്നത്. 88 ഏപ്രിൽ 12. ഓക്കെ, ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ആരാണെന്നാണ് കേട്ടോ. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണ്?
ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് 4 മാത്രം എന്നാണ് കേട്ടോ. ഡോക്ടർ രാജാറാം എന്നാണ് കൊടുത്തത്. ആരൊക്കെയാണ് ബന്ധപ്പെട്ടവര്? നോർമൻ ബോർലോഗ്, അതുപോലെ ഡോക്ടർ MS സ്വാമിനാഥൻ, വില്യം ഗാർഡ്. ഓക്കെ, ഇപ്പൊ നോർമൻ ബോർലോഗ് നമുക്കറിയാം ഹരിത വിപ്ലവത്തിന്റെ ആഗോള പിതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഡോക്ടർ MS സ്വാമിനാഥനോ നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. വില്യം ഗാർഡോ? വില്യം ഗാർഡ് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? വില്യം ഗാർഡ് ആണ് കേട്ടോ, വില്യം ഗാർഡ്. ഓക്കെ, നെക്സ്റ്റ് 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDP-യുടെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നോക്കാം. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDP-യുടെ എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ 4.4% കേട്ടോ, 4.4%. എന്താണ് ധനക്കമ്മി എന്നാൽ എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ ആകെ വരുമാനത്തെക്കാൾ കൂടുതൽ തുക സർക്കാർ ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ധനക്കമ്മി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കടം വാങ്ങുന്നത് ഇതിൽ കൂട്ടുന്നില്ല. അപ്പൊ ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ ആകെ വരുമാനത്തെക്കാൾ, അതായത് കടം വാങ്ങുന്നത് കൂട്ടാതെ കൂടുതൽ തുക സർക്കാർ ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെയാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ലളിതമായിട്ട് പറഞ്ഞാൽ സർക്കാരിന് വികസന പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട് എത്രത്തോളം തുക കടമെടുക്കേണ്ടി വരുന്നു എന്നതിന്റെ സൂചനയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു ശതമാനം പഠിക്കണം, 4.4%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 4 ശരിയാണ് കേട്ടോ. 1, 3, 4 ശരിയാണ്. എന്തൊക്കെയാണ്? കിരീടം നേടിയത് ഇന്ത്യയാണ്. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയ ആണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഏതാണ്? ഓസ്ട്രേലിയ ആണ്. 2025 കിരീടം നേടിയത് ഇന്ത്യയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. ആർക്കാണ്? മാരിസാൻ കാപ്പാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന എന്താ തെറ്റ്? പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രസ്താവന തെറ്റാണ്. എന്താണ്? ഈ ലോകകപ്പിൽ ആകെ 8 ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ. 2025 8 ടീമുകളാണ് പങ്കെടുത്തത്. ആരാണ് വിൻ ചെയ്തത്? ഇന്ത്യയാണ്. ഓക്കെ, കൂടുതൽ വിക്കറ്റ് നേടിയത് മാരിസാൻ കാപ്പ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ സി 1950 ജനുവരി 26. നെക്സ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ നമുക്കറിയാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഭരണഘടനാ ദിനം. ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്? ദേശീയ ഭരണഘടനാ ദിനം എന്നാണ്? നമുക്കറിയാം ഓപ്ഷൻ എ ആണ് അല്ലെ, അതായത് നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കേട്ടോ. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും നമ്മൾ നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പൗരന്മാരുടെ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് കേട്ടോ. അപ്പം മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ എ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. വർഷം 1976ലാണ്. 1976ലാണ്. ഓക്കെ, അപ്പൊ ആരാണ് ശുപാർശ ചെയ്തത്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതിനു വേണ്ടി ശുപാർശ ചെയ്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി. നെക്സ്റ്റ്, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം. ഓക്കെ, ഏത് രാജ്യത്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം? ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് ഏതാണ്? കേവല ഭൂരിപക്ഷ സമ്പ്രദായമാണ്. എന്താണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന് പറഞ്ഞാല്? ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന വ്യക്തി വിജയിക്കുന്ന രീതിയാട്ടത്. FPTP എന്ന് പറയും. FPTP സമ്പ്രദായം. ഓക്കെ, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം മെത്തേഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്,
ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതെന്നാണ് കേട്ടോ. ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ച ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. വകുപ്പ് 324 പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിച്ചത്. വകുപ്പ് 324 324 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ് കേട്ടോ? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ ബി ആണ്, അതായത് 5 വർഷം കേട്ടോ. 5 വർഷം. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധിയും 5 വർഷമാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാലാവധിയും 5 വർഷമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്താണ്. കാരണം ഇവിടെ എന്താണ് ശരിക്കുള്ള ആൻസർ ആയിട്ട് വരേണ്ടത് രാജീവ് ഗാന്ധി എന്നാണ് കേട്ടോ. മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി എന്നാണ് വരേണ്ടത്. അവരെ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ് കേട്ടോ. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ബൽവന്ത് റായ് മേത്ത ആണ് കേട്ടോ. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ഓക്കെ, നെക്സ്റ്റ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 മാത്രം ശരിയെന്നാണ്. ഓക്കെ, 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കാം. 1ാമത്തെ പ്രസ്താവന എന്താണ്? പാർലമെന്റ് നിയമസഭാംഗങ്ങൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അന്വേഷിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു. നെക്സ്റ്റ്. രാഷ്ട്രീയ കക്ഷികൾക്ക് അംഗീകാരം നൽകൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ എന്നിവ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നു. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഈ 3 പഠിക്കണം കേട്ടോ. തെറ്റായിട്ടുള്ളത് 4ാമത്തതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് നമുക്കറിയാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അല്ലെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആരംഭിച്ച 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ളത് എല്ലാം ശരിയെന്നാണ് കേട്ടോ. എല്ലാം പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടാണ്. 1951 ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതി രൂപകൽപ്പന ചെയ്യുന്നതിന് സജീവ പങ്കുവഹിച്ചത് ഡോക്ടർ KN രാജ് ആയിരുന്നു. ബക്രാനങ്കൽ അണക്കെട്ട്, ഹിരാക്കുഡ് അണക്കെട്ട് തുടങ്ങിയ വൻകിട പദ്ധതികൾക്കായി ഭീമമായ തുക വകയിരുത്തി. ഏതൊക്കെയാണ്? ബക്രാനങ്കൽ അണക്കെട്ടും ഹിരാക്കുഡും. നെക്സ്റ്റ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അപ്പൊ ഈ പ്രസ്താവനകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ പഠിക്കണേ. നെക്സ്റ്റ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രം ശരിയെന്നാണ് കേട്ടോ. 2, 3 മാത്രം ശരി. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? കേരളത്തിലെ വേമ്പനാട് കോൾ തണ്ണീർത്തടം, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്നീ 3 പ്രദേശങ്ങൾ 2002 റംസാർ സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ എന്ന് 2002 കേട്ടോ. നെക്സ്റ്റ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1ാമത്തെ പ്രസ്താവന തെറ്റാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? സംസ്ഥാനത്തെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയല്ല. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്. 3 മാത്രം ശരി. രാഷ്ട്രപതിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. UPSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് കേട്ടോ.
PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? നമുക്കറിയാം ഗവർണറാണ്. PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ നീക്കം ചെയ്യാനുള്ള അധികാരം എപ്പോഴും രാഷ്ട്രപതിക്കാണ് കേട്ടോ. PSC ചെയർമാനെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്, നിയമിക്കുന്നത് ഗവർണറാണ്. UPSC ചെയർമാനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഓക്കെ, നെക്സ്റ്റ് ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ് നിർണയത്തിനായിട്ട് നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, വൈഡൽ ടെസ്റ്റ് ആണ് കേട്ടോ. വൈഡൽ ടെസ്റ്റ് ആണ്, ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. ബാക്കിയൊക്കെ എന്താണ്? മാൻഡെക്സ് ടെസ്റ്റ്. ഇത് എന്തിനുള്ളതാണ്? ഇത് ക്ഷയരോഗത്തിനുള്ളതാണ് കേട്ടോ. TB നിർണയത്തിനുള്ള ടെസ്റ്റ് ആണ് മാൻഡെക്സ് ടെസ്റ്റ്. ഓക്കെ, ഇതൊരു ചർമ്മ പരിശോധനയാണ് കേട്ടോ, മാൻഡെക്സ് ടെസ്റ്റ്. ഇനി അടുത്തത് എലീസ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എയ്ഡ്സ്, HIV രോഗനിർണയത്തിനുള്ള ടെസ്റ്റ് ആണ് എലീസ ടെസ്റ്റ്. ഇനി വെസ്റ്റേൺ ബ്ലോട്ട് എന്നാണ്? എലീസ ടെസ്റ്റിന് ശേഷം എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നതിനായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് കേട്ടോ. ഒരു കൺഫർമേറ്ററി പരിശോധനയാണ് വെസ്റ്റേൺ ബ്ലോട്ട്. ഇതും എയ്ഡ്സ് സ്ഥിരീകരണത്തിനുള്ളതാണ്. നെക്സ്റ്റ്, രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? ഓപ്ഷൻ ബി, ഹീമോഫീലിയ. ഓക്കെ, എന്നാണ് ഹീമോഫീലിയ ദിനം? April 17 ആണ് ഹീമോഫീലിയ ദിനം കേട്ടോ. നെക്സ്റ്റ്, കാർബൺ ന്യൂട്രൽ കൃഷി അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ ഫാമിംഗ് രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, കേരളത്തിലാണ് കേട്ടോ. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയത് എവിടാണ്? കേരളം. നെക്സ്റ്റ്, ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഓപ്ഷൻ ഡി, ഫീമർ ആണ് കേട്ടോ, തുടയല്. നെക്സ്റ്റ്, അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സിറോസിസ് ആട്ടോ, സിറോസിസ്. ഇറ്റായിന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള ഇതായെന്നും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇറ്റായി എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? ഓപ്ഷൻ എ, കാഡ്മിയ കേട്ടോ. അപ്പൊ ഇവിടെ ചിലപ്പോ ഇതായെന്നും കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കണേ. നെക്സ്റ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഗുണങ്ങൾ അല്ലാത്തതാണ് ചോദിച്ചത്. ഓപ്ഷൻ സി, ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി ഇവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. കാന്തിക മണ്ഡലവും വൈദ്യുത മണ്ഡലവും പരസ്പരം ലംബമായിരിക്കും. ഇവയ്ക്ക് ഭാരമില്ല, ഊർജവും ആക്കവും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ മൂന്നും ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ പറ്റിയിട്ടുള്ള ശരിയായിട്ടുള്ളതാണ്. തെറ്റ്, ഇവ അനുദൈർഘ്യ തരംഗങ്ങളാണെന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഇത് എന്ത് തരംഗങ്ങളാണ്? അനുദൈർഘ്യ തരംഗങ്ങളല്ല. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ യഥാർത്ഥത്തിൽ അനുപ്രസ്ഥ തരംഗങ്ങളാണ് കേട്ടോ. അനുപ്രസ്ഥ തരംഗങ്ങളാണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയും. അനുപ്രസ്ഥ തരംഗങ്ങളാണ് ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ. നെക്സ്റ്റ്, മരുഭൂമിയിലെ മരീചിക അല്ലെങ്കിൽ മിറാഷ് കാണപ്പെടുന്നത്. മരുഭൂമിയിലെ മരീചിക അല്ലെങ്കിൽ മിറാഷ് രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്? ഓപ്ഷൻ ബി, ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ എന്നാണ് കേട്ടോ. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക എന്നാണ് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഓപ്ഷൻ സി ആണ് കേട്ടോ. 2, 4 ഇവ രണ്ടും ശരിയാണ് കേട്ടോ. 2, 4 ശരിയാണെന്നാണ്. ധ്രുവ പ്രദേശങ്ങളിൽ ജീവിയുടെ മൂല്യം പരമാവധി കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞത്. പരമാവധി ആയിരിക്കും ധ്രുവ പ്രദേശങ്ങളിൽ കേട്ടോ. നെക്സ്റ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജീവിയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജീവിയുടെ മൂല്യം കുറയുന്നു. ധ്രുവ പ്രദേശങ്ങളിൽ ജീവിയുടെ മൂല്യം പരമാവധി മാക്സിമം ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ജീവിയുടെ മൂല്യം ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞത് തെറ്റാണ്. മൂന്നാമത്തത് ഉയരം കൂടുമ്പോൾ ജി വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞതും തെറ്റാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ EOS സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചതെന്നാണ് കേട്ടോ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ EOS സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചിട്ടുള്ളത്? ഏതാണ് ഇതില്? ഓപ്ഷൻ ഡി ആണ്, EOS 09 ആണ് കേട്ടോ. EOS 09 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം മാത്രം കേട്ടോ. ഗ്രാഫൈറ്റും അതുപോലെ ഫുള്ളറൈനും ആണ്. ഗ്രാഫൈറ്റും ഫുള്ളറൈനും ആണ് കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. അപ്പോ കാർബണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? വജ്രാണ് കേട്ടോ. വജ്ര, ഡയമണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏത്? ഒരുപാട് തവണ PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് കേട്ടോ. ഇതിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? ഓക്കെ, ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉം മാത്രം. 1ഉം 3ഉം മാത്രം. സ്ഥിര താപനിലയിൽ, അതായത് എന്താണ് സ്ഥിര താപനിലയിൽ V പ്രൊപ്പോർഷണൽ ടു 1/P എന്നാണ് കേട്ടോ. V പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, P1/T1 ഈക്വൽ ടു P2/T2. ഇത് രണ്ടുമാണ്. എന്താണ് ബോയിൽ നിയമം? എന്താണ്? അതായത് ബോയിൽ നിയമപ്രകാരം സ്ഥിര താപനിലയിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം അതിന്റെ മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയിൽ അതല്ലേ, വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതത്തിൽ, V പ്രൊപ്പോർഷണൽ ടു 1/P. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കേ, P1V1 ഈക്വൽ ടു P2V2. ഓക്കെ, ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഈ രണ്ട് ഇക്വേഷൻസും ആണ് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? അപ്പൊ യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെയാണ് അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായിട്ട് ആചരിക്കുന്നത്? ഏത് വർഷമാണ്? 2025 ആട്ടോ. 2025. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേട്ടോ, മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് മലയാളത്തിൽ ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടൂർ ഗോപാലകൃഷ്ണനാണ്. ഏത് വർഷമാണ്? 2004 കേട്ടോ. 2004 ഇദ്ദേഹത്തിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത്. നെക്സ്റ്റ്, ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? ഓക്കെ, ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആരുടെ ജന്മദിനാണ്? ഓപ്ഷൻ ബി ആണ്, മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29 ആണല്ലേ. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. ഓഗസ്റ്റ് 29 കേട്ടോ. ഓഗസ്റ്റ് 29. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാ വിജുഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൽ കൊടിപ്പടം തായ്ത്താൻ. ഈ വരികൾ ഏതു കൃതിയിലേതാണെന്നാണ്? ഓപ്ഷൻ സി കന്നിക്കൊയ്ത്താണ് കേട്ടോ. കന്നിക്കൊയ്ത്ത്. ഓക്കെ, ഇത് ആരെഴുതിയിട്ടുള്ളതാണ് കന്നിക്കൊയ്ത്ത്? നമുക്കറിയാം, വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആണ് അല്ലെ. ശ്രീധരമേനോൻ രചിച്ചിട്ടുള്ള കവിതയാണ് കന്നിക്കൊയ്ത്ത്. കവിതാ സമാഹാരം കേട്ടോ. നെക്സ്റ്റ്, പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത്. 2024 ഓടക്കുയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി കെ അരവിന്ദാക്ഷൻ ആണ് കേട്ടോ. കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അരവിന്ദാക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വനങ്ങൾ കാലാവസ്ഥാ മാറ്റം ശമിപ്പിക്കുന്നതിൽ നിർണായകമാണ്. ഇത് പ്രധാനമായും ഏത് ഘടകത്തെ സൂചിപ്പിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കാർബൺ ശേഖരണമാണ്. നെക്സ്റ്റ്, പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണം ഏതെന്നാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ദീർഘകാല ഭൂധാത്വ ചരിത്രവും എൻഡമിസവും.
ഓക്കെ. അപ്പൊ എന്താണ് എൻഡമിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്രത്യേക ജീവിവർഗം, അതായത് സസ്യമോ മൃഗമോ ഒക്കെ ആവാം, ഏതെങ്കിലും ഒരു ജീവിവർഗം ലോകത്ത്, ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിവർഗം ലോകത്ത് മറ്റൊരിടത്തും കാണപ്പെടാതെ ഒരു നിർദ്ദിഷ്ട ഭൂപ്രദേശത്ത് മാത്രം സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് എൻഡമിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ജൈവവൈവിധ്യത്തെ വ്യത്യസ്തമാക്കുന്ന കാരണം ദീർഘകാല ഭൂധാത്വ ചരിത്രവും എൻഡമിസവുമാണ്. ഓക്കെ. ഭൂമിശാസ്ത്രപരമായിട്ട് പരിണാമ ചരിത്രവും ലോകത്ത് മറ്റൊരിടത്ത് കാണാത്ത തദ്ദേശീയ ഇനങ്ങളിൽപ്പെട്ട സസ്യങ്ങളും ജീവജാലങ്ങളും ഒക്കെയാണ് പശ്ചിമഘട്ടത്തിന്റെ ജൈവവൈവിധ്യത്തിന് കാരണം. നെക്സ്റ്റ്, ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊയ്യും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം എന്താണെന്നാണ് കേട്ടോ. ഇലപൊയ്യും വനം, ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊയ്യും വനം നിർവചിക്കാൻ ആവശ്യമായ മാനദണ്ഡം ഏതാണ്? ഓപ്ഷൻ ബി വാർഷികമായും പച്ചപ്പും. നെക്സ്റ്റ്, CITES പ്രധാന ലക്ഷ്യം കേട്ടോ. സൈറ്റ്സിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കലാണ് കേട്ടോ. അന്തർദേശീയ വന്യജീവി വ്യാപാരം നിയന്ത്രിക്കലാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ് CITES ഫുൾ ഫോം എന്താണ്? കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫ്യൂണ ആൻഡ് ഫ്ലോറ എന്നാണ് കേട്ടോ. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ അന്താരാഷ്ട്ര വ്യാപാരം മൂലം അവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടി തടയുന്നതിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് CITES. ഓക്കെ, സൈറ്റ്സ്. നെക്സ്റ്റ്, ഇൻസിറ്റു സംരക്ഷണത്തിന്റെ ഉദാഹരണം. ഇൻസിറ്റു സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ദേശീയ ഉദ്യാനാണ് കേട്ടോ. മൃഗശാല, ബയോസേഫ്റ്റി ലാബ്, വിത്ത് ബാങ്ക്, ഇതൊക്കെ എന്തിൽ പെടുന്ന? എക്സിറ്റു കൺസർവേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, FSI ഫോറസ്റ്റ് കവർ ആൻഡ് ട്രീ കവർ വേർതിരിക്കുന്നത്. അതായത് FSI എന്ന് പറഞ്ഞാൽ എന്താ? ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ആണല്ലേ. അതായത് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് രാജ്യത്തെ വനവിസ്തൃതി അളക്കുന്നത്. ഇതിൽ ഫോറസ്റ്റ് കവർ, ട്രീ കവർ എന്നിവ വേർതിരിക്കുന്നത് രണ്ട് പ്രധാന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ഭൂവിഭാഗവും ക്യാനോപ്പി ഡെൻസിറ്റിയും ആണ്. ഓക്കെ, എന്താ ക്യാനോപ്പി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? മരങ്ങളുടെ ഇലപ്പടപ്പുകൾ ഭൂമിയെ മൂടി നിൽക്കുന്നതിന്റെ സാന്ദ്രതയാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ക്യാനോപ്പി ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് FSI ഫോറസ്റ്റ് കവർ, ട്രീ കവർ എങ്ങനെ വേർതിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ എൻഡമിസം കൂടുതലുള്ള കാരണം എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ഭൂധാത്വ വേർതിരിവുകളും മൈക്രോ ക്ലൈമറ്റുകളും. നെക്സ്റ്റ്, സംരക്ഷിത വനം, സംവരണ വനം വ്യത്യാസം എന്താണെന്ന് കേട്ടോ. സംരക്ഷിത വനവും സംവരണ വനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓപ്ഷൻ സി ആണ്. സംവരണ വനത്തിൽ പൊതുജനാവകാശങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നാണ്. നെക്സ്റ്റ്, IUCN ദുർബലമായി പ്രഖ്യാപിക്കാനുള്ള കാരണം. IUCN ദുർബലമായി പ്രഖ്യാപിക്കുവാനുള്ള കാരണമാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്. വാസസ്ഥല വിസ്തൃതി കുറവ്. നെക്സ്റ്റ്, പ്രൊജക്ട് ടൈഗർ വിജയത്തിനുള്ള ഘടകം. ഓപ്ഷൻ ബി കോറിഡോർ കണക്ടിവിറ്റിയും ഇര അടിസ്ഥാന സംരക്ഷണവും. നെക്സ്റ്റ്, വനങ്ങളുടെ പരോക്ഷ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ്? ഓപ്ഷൻ ബി കാർബൺ ശേഖരവും മണ്ണ് സംരക്ഷണവും. നെക്സ്റ്റ്, ഷോല ഗ്രാസ്ലാൻഡ് കാലാവസ്ഥാ മാറ്റത്തിന് സങ്കീർണം. ഓപ്ഷൻ ബി ഉയർന്ന പ്രദേശ സ്പെഷ്യലൈസ്ഡ് സ്പീഷീസുകൾക്ക് നാരോ ടോളറൻസ്. ക്വസ്റ്റ്യൻ, ട്രാഫിക് പ്രവർത്തനം വന്യജീവി വ്യാപാര നിരീക്ഷണത്തിന് വേണ്ടിയാട്ടോ. വന്യജീവി വ്യാപാര നിരീക്ഷണം. എന്താ ട്രാഫിക് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ട്രേഡ് റെക്കോർഡ്സ് അനാലിസിസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ഇൻ കൊമേഴ്സ് എന്നാണ് കേട്ടോ. ട്രേഡ് റെക്കോർഡ്സ് അനാലിസിസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ഇൻ കൊമേഴ്സ്. ഓക്കെ, ഇതൊരു അന്താരാഷ്ട്ര വന്യജീവി വ്യാപാര നിരീക്ഷണ ശൃംഖലയാണ്. വന്യജീവി വ്യാപാര നിരീക്ഷണം. നെക്സ്റ്റ്, ബയോസ്ഫിയർ റിസർവ് തത്വമാണ് കേട്ടോ. ബയോസ്ഫിയർ റിസർവ് തത്വം ഓപ്ഷൻ ബി ആണ്. മേഖലാടിസ്ഥാനത്തിലുള്ള സംരക്ഷണവും വികസനവുമാണ്. നെക്സ്റ്റ്, വനസംരക്ഷണ നിയമം 1980 ലക്ഷ്യം എന്താണ്? വനസംരക്ഷണ നിയമം 1980 ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി വനഭൂമി ഉപഭോഗ മാറ്റ നിയന്ത്രണം കേട്ടോ. വനഭൂമി ഉപഭോഗ മാറ്റ നിയന്ത്രണം. നെക്സ്റ്റ്, എൻഡമിക് സ്പീഷീസുകൾ സംരക്ഷണ കാരണം കേട്ടോ. എൻഡമിക് സ്പീഷീസുകൾ സംരക്ഷണ കാരണം എന്താണെന്നാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ്. വംശനാശ സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ എൻഡമിക് സ്പീഷീസുകളെ കൂടുതൽ സംരക്ഷണം കൊടുക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ്, വന്യജീവി സംരക്ഷണ നിയമം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തൽ അടിസ്ഥാനമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, വംശനാശ സാധ്യത കൂടുതലുള്ളതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വെല്ലുവിളി കാരണം എന്താണ്? ഗ്രാസ്ലാൻഡ് മാറ്റം വേഗത്തിൽ നിന്നാണ്. എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പറക്കാൻ കഴിയുന്ന പക്ഷികളിൽ ഒന്നാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പറക്കാൻ കഴിയുന്ന പക്ഷികളിൽ ഒന്നാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഓക്കെ, ഇവ ഏതാണ്? പ്രധാനമായിട്ടും വസിക്കുന്നത് തുറസ്സായ പുൽമേടുകളിലാണ്. അപ്പൊ പുൽമേടുകളൊക്കെ കാർഷിക ഭൂമികളായും മറ്റ് വികസന പദ്ധതികൾക്കൊക്കെ ആയിട്ട് മാറ്റിയെടുക്കുമ്പോൾ ഇവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നശിക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഗ്രാസ്ലാൻഡ് മാറ്റം വേഗത്തിലാക്കുന്നത് എന്തിന് കാരണമാവും? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ വംശനാശത്തിന് കാരണമാവും. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സയൻസ്, GK, കറണ്ട് അഫയേഴ്സ് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോന്നും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. പറയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ PSC എക്സാം ഒക്കെ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.